തന്നെ നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ലാന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിയ ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. നമ്മൾക്ക് ഒരാളെ പറ്റി ഉണ്ടായിരുന്ന കാഴ്ചപ്പാട് അയാളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോഴായിരിക്കാം അയാൾക്ക് നമുക്ക് ഇടയിലുള്ള ആ ഒരു റിലേഷൻ വളരെ രസകരമായി മുന്നോട്ട് പോകുന്നത്. ഇവിടെ അതുപോലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പയ്യനുമായി, അതും താനുമായി നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടറുള്ള ഒരു പയ്യനുമായി ഒരു പെൺകുട്ടി ആ ഒരു സാഹചര്യം മൂലം റിലേഷൻഷിപ്പിൽ ആവാൻ നിർബന്ധിതയാവുന്നു. പക്ഷെ അതിനുശേഷം അവൾ കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം അവളുടെയും ജീവിതം മാറ്റിമറിക്കുന്ന ഒന്നായിരുന്നു. 2016 റിലീസായ എസ്റ്റർഡേ വൺസ് മോർ എന്ന വളരെ രസകരമായ ഒരു കഥയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ ലിന്നിനെ കാണിച്ചുകൊണ്ടാണ്. ലിൻ അവൾ പഠിക്കുന്ന സ്കൂളിലെ ഏറ്റവും ടോപ്പ് വിദ്യാർത്ഥിനിയാണ്. ജസ്റ്റ് സ്കൂളിൽ വന്ന് പഠിച്ചു പോവുക എന്നതല്ല, വളരെ ഹാർഡ് വർക്കിംഗ് ആയി പഠിച്ച് വളരെ പെർഫെക്ഷനോട് കൂടി എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ലിന്നിന് താനായിരിക്കണം എല്ലാ കാര്യത്തിലും മുന്നിൽ തന്നെ ഉണ്ടാവേണ്ടത് എന്ന ആ ഒരു കാര്യം വളരെ നിർബന്ധമാണ്. അതിന് കാരണം നല്ല മാർക്ക് മേടിച്ചിട്ട് വേണം അവൾക്ക് അവളുടെ സ്വപ്നമായ വളരെ പ്രശസ്തമായ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോകാനായി അമ്മയുടെ സമ്മതം നേടിയെടുക്കാൻ. അതിന് നല്ല ക്യാഷ് ഒക്കെ ചെലവാകും. അതൊക്കെ ഇവൾ അത്രയും കാശ് ചെലവാക്കി പഠിപ്പിക്കാൻ മാത്രം യോഗ്യതയുള്ള ഒരാളാണെന്ന് പ്രൂവ് ചെയ്തെടുത്താലേ അമ്മ നടത്തി കൊടുക്കും. അപ്പൊ അതിനായിട്ടാണ് ഇവൾ ഇപ്പൊ തൊട്ടേ വളരെ കാര്യമായി പഠിക്കുന്നത്. ഒപ്പം ആ യൂണിവേഴ്സിറ്റിയിലേക്ക് കയറി പറ്റാനായി നല്ല മാർക്കും വേണമല്ലോ. പക്ഷെ അങ്ങനെ ഇരിക്കാണ് ഒരു പ്രധാനപ്പെട്ട എക്സാം സ്കൂളിൽ നടക്കുമ്പോൾ വയ്യാഴിക കാരണം ലിന്നിന് പഠിക്കാൻ സാധിക്കാത്തത്. തുടർന്ന് ആ എക്സാമിലെ മാർക്ക് കുറയുമോ എന്ന പേടിയിൽ ലിൻ രണ്ടും കൽപ്പിച്ച് ആ ഒരു തീരുമാനം എടുക്കുന്നു. മറ്റൊന്നുമല്ല, കോപ്പി അടിക്കാമെന്ന്. അങ്ങനെ അവൾ എക്സാമിന് കോപ്പി അടിക്കാനായി ശ്രമിക്കുമ്പോഴാണ് അവളുടെ ക്ലാസ്സിലെ ഗാവോ എന്ന പയ്യൻ അത് കാണുന്നത്. അവൻ അത് കണ്ടു എന്ന ആ ഒരു ഞെട്ടലില് പെട്ടെന്ന് അവളൊന്ന് പതറുകയും കോപ്പി അടിക്കാനായി അവൾ വെച്ചിരുന്ന പേപ്പർ കൈവിട്ടു പോവുകയും ചെയ്യുന്നു. അത് നേരെ ചെന്ന് പറന്ന് വീഴുന്നതാകട്ടെ എക്സാം ഇൻവിജിലേറ്ററിന്റെ മുന്നിലാണ്. പുള്ളിക്കാരൻ അത് കാണുമ്പോഴേ ഇവളുടെ നെഞ്ച് പടപട ഇരിക്കുന്നുണ്ട്. പിടിച്ചു കഴിഞ്ഞാൽ തന്റെ ഗതി അതോ ഗതി. നീ എന്ത് ചെയ്യുന്ന ടെൻഷൻ ആവുന്ന അവളെ സംരക്ഷിച്ചുകൊണ്ട് അവള് പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഗാവോ അത് താൻ കോപ്പി അടിക്കാനായി കൊണ്ടുവന്നതാണെന്നും പറഞ്ഞ് ഇങ്ങേറ്റെടുക്കുന്നു. തുടർന്ന് അവനെ സർ ക്ലാസ്സിൽ നിന്ന് എക്സാം എഴുതാൻ അനുവദിക്കാതെ പുറത്താക്കുകയാണ്. ഈ ഗാവോ ഈ ക്ലാസ്സിലെ തന്നെ ഒരു തല്ലിപ്പൊളി പയ്യൻ എന്ന ലേബലിൽ അറിയപ്പെടുന്ന ഒരു പയ്യനായതുകൊണ്ട് തന്നെ അവൻ കോപ്പി അടിക്കാൻ നോക്കി എന്നത് ആരെയും വലിയ അത്ഭുതപ്പെടുത്തുന്ന കാര്യവുമായിരുന്നില്ല. എന്തായാലും അങ്ങനെ ആ എക്സാം കോപ്പി അടിച്ച് എഴുതാൻ നോക്കിയ ലിന്നിന് അതിന് സാധിച്ചില്ല. കോപ്പി അടിയിൽ നിന്ന് കോപ്പി അടിക്കാൻ നോക്കി അവൾ പിടിക്കപ്പെട്ടുമില്ല. എന്തായാലും പക്ഷെ നടന്ന സംഭവങ്ങൾ അവളെ വല്ലാത്ത കുറ്റബോധത്തിലാക്കി. അവൾക്ക് വേണ്ടി മറ്റൊരാൾ ഇതുപോലെ പുറത്തായതുമൊക്കെ ഓർത്തിട്ട് ഒരു സമാധാനവും ഇല്ലാതെ അന്ന് എക്സാം കഴിഞ്ഞ് പോകുന്ന അവൾ ഗാവോയെ കാണുന്നു. അവനാകട്ടെ എന്നാലും നിന്നെ പോലെ ഒരു പഠിപ്പിക്ക് വരെ കോപ്പി അടിക്കേണ്ട ഗതികേടായല്ലോ എന്നും പറഞ്ഞ് അവൻ കളിയാക്കുമ്പോ കൂടുതലൊന്നും മിണ്ടാൻ നിൽക്കാതെ വളരെ ഇറിറ്റേറ്റഡ് ആയി അവൾ വീട്ടിലേക്ക് പോകുന്നു. അവിടെ ആണെങ്കിൽ അമ്മ പഠിത്തത്തിന്റെയും മാർക്കിന്റെയും ഒക്കെ കാര്യം പറയാണ്. ആക്ച്വലി ഇവൾ വളരെ സ്ട്രെസ് കൊണ്ടാണ് ഇങ്ങനെ വളരെ പെർഫെക്ഷനോടുകൂടി പഠിക്കണം എന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു പെട്ടത്. അവളുടെ തുടർ പഠനത്തിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയെടുക്കാനായിട്ടുള്ള അവളുടെ കഷ്ടപ്പാടാണ് ഈ പഠനം. പക്ഷെ ഇന്ന് മൊത്തത്തിൽ നടന്ന സംഭവങ്ങൾ മൂലം മനസ്സിന് തീരെ സമാധാനം ഇല്ലാതെ അവള് വീട്ടിലും അമ്മ ഇപ്പൊ പഠനത്തെ പറ്റി പറയുമ്പോൾ ആകെ ഇറിറ്റേറ്റഡ് ആവുന്നു. അടുത്ത ദിവസം സ്കൂളിൽ വെച്ച് ഗാവോയെ കാണുന്ന ലിന്നാട്ടെ അവന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞ ദിവസം തന്നെ സഹായിച്ചതിന് നന്ദി പറയുന്നു. അങ്ങനെ താങ്ക്സ് മാത്രം പോരാ, എനിക്ക് അതിന് പകരമായി അസൈൻമെന്റുകൾ എഴുതി തരണം, അതാണ് എന്റെ ഡിമാൻഡ് എന്ന് ഗാവോ ആവശ്യപ്പെടുമ്പോ താൻ കോപ്പി അടിച്ചു എന്ന കാര്യം ഇവൻ പുറത്ത് ആരോടും പറയാതിരിക്കാനായി അവൾക്ക് അതിനാൽ സമ്മതിക്കേണ്ടി വരുന്നു. ഒരു പഠിപ്പിപ്പെണ്ണ് കോപ്പി അടിച്ചു എന്ന് കേട്ടാ എന്ത് നാണക്കേടായിരിക്കും. പഠിക്കാതെ ഉഴപ്പി നടക്കുന്ന ഒരാൾ കോപ്പി അടിക്കും എന്ന് പറയുമ്പോ നമുക്കറിയാവുന്ന കാര്യമല്ലെന്ന് മറ്റുള്ള എല്ലാവരും അത് വിടും. പക്ഷെ ഒരു പഠിപ്പിസ്റ്റ് എന്ന ലേബലുള്ള ഒരാൾ കോപ്പി അടിക്കുന്നത് ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ ആ ദിവസം തൊട്ട് ഗാവോയുടെ ഹോംവർക്കിന്റെയും അസൈൻമെന്റിന്റെയും ഒക്കെ ഇൻചാർജ് നമ്മുടെ ലിന്നായിരുന്നു എന്ന് പറയാം. അവൾ അവന് വേണ്ടി അവൾക്ക് എഴുതുന്നതിനോടൊപ്പം തന്നെ അതിന്റെ ഓരോ കോപ്പി വെച്ച് എഴുതാനായി തുടങ്ങി. ആ കാര്യങ്ങളൊക്കെ അവൾ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. പഠിപ്പിസ്റ്റുകളെ മാത്രമേ അവള് ഒരു വില കൊടുക്കത്തുള്ളൂ. പഠിക്കാത്തവരെയൊക്കെ അവൾക്ക് എന്തോന്നെന്ന ആ ഒരു ആറ്റിറ്റ്യൂഡാണ്. ഉദാഹരണത്തിന് ലിന്നിന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ലൂവിന് ഒരു ലൈൻ ഉണ്ട്. ആ പയ്യനെ ലിന്നിന് പരിചയപ്പെടുത്താനായിട്ട് വരുമ്പോ അവനൊരു പഠിപ്പിസ്റ്റ് അല്ലാത്തത് കൊണ്ട് ഒരു ഉഴപ്പനാണെന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് കാരണം ലിൻ തന്റെ ബെസ്റ്റ് ഫ്രണ്ട് പരിചയപ്പെടുത്തിയ അവളുടെ ബോയ് ഫ്രണ്ടിനെ പോലും മൈൻഡ് ചെയ്യുന്നില്ല. എന്തായാലും അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു കാര്യം നടക്കുന്നത്. ആദ്യമൊക്കെ ഗാവോ ആവശ്യപ്പെട്ടതുപോലെ അവന്റെ ഹോംവർക്കും അസൈൻമെന്റ്സും എഴുതി കൊടുക്കുന്നത് ലിന്നിന് ഒരു ബുദ്ധിമുട്ടായിരുന്നില്ലെങ്കിലും പിന്നീട് അവൾക്ക് അത് മടുക്കുന്നു. അവൻ മൂലം വളരെ ഇറിറ്റേറ്റഡ് ആയി ഫീൽ ആവുന്ന അവളാവട്ടെ അവനിട്ട് ഒരു പണി കൊടുക്കാനായി തീരുമാനിക്കുന്നു. നേരിട്ട് അവനോട് എഴുതി തരാൻ പറ്റില്ല എന്ന് പറയാൻ പേടിയുള്ള അവൾ
തന്റെ സത്യങ്ങൾ അവൻ പുറത്തു പറഞ്ഞാലോ എന്ന ആ ഒരു പേടി കാരണം ഹോംവർക്ക് അവന് വേണ്ടി എഴുതുന്ന സമയം ഒട്ടും പഠിക്കാത്ത ഒരു തല്ലിപ്പൊളിയായ അവൻ ഒരിക്കലും എഴുതില്ല എന്ന് കാണുന്ന സാറിന് മനസ്സിലാവുന്ന രീതിയിൽ വളരെ പെർഫെക്റ്റ് ആയി ആ ഒരു ഹോംവർക്ക് എഴുതുന്നു. അവൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ക്ലാസ്സിൽ അവന്റെ ഹോംവർക്ക് പരിശോധിക്കുന്ന സാറ് ഇത് ഇവനല്ല എഴുതിയതെന്ന് കണ്ടുപിടിക്കുകയാണ്. നമ്മളായാലും സ്കൂളിലൊക്കെ ഹോംവർക്ക് ഒക്കെ ചിലപ്പോൾ ഒത്തിരി എഴുതാനുണ്ടെങ്കിൽ അമ്മയെ കൊണ്ടോ അച്ഛനെ കൊണ്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ടൊക്കെ എഴുതിപ്പിച്ച് സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ ഹാൻഡ് റൈറ്റിംഗ് വെച്ച് പിടിച്ച കഥകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ഏതാണ്ട് അതുപോലെ ഇവനല്ല എഴുതിയെന്ന് പറഞ്ഞ് പിടിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് അവൻ താനാണ് എഴുതിയത് എന്ന് തർക്കിക്കുമ്പോൾ എങ്കിൽ അതേ മാത്സ് പ്രോബ്ലം ബോർഡിൽ വന്ന് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ സാർ അവനോട് പറയുന്നു. പക്ഷെ ബോർഡിൽ വന്ന് ചോക്കും പിടിച്ച് ബബ്ബ അടിച്ച് നിൽക്കുമ്പോൾ അവന് സമ്മതിക്കേണ്ടി വരാണ് താനല്ല ഇത് എഴുതിയത്, ഇത് ലിൻ തനിക്ക് എഴുതി തന്നതാണെന്ന്. അത് കേൾക്കുന്ന സാറും കുട്ടികളും ഒരുപോലെ ഞെട്ടുന്നു. ക്ലാസ്സിലെ ഏറ്റവും പഠിപ്പിയായ ലിന് ഏറ്റവും ഉഴപ്പനായ ഗവോയ്ക്ക് എന്തിന് ഹോംവർക്ക് എഴുതി കൊടുക്കണം എന്നതായിരുന്നു അവരുടെ ഡൗട്ട്. ആ സമയത്ത് അവൾക്ക് എന്നെ ഇഷ്ടമാണ്, ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലായതുകൊണ്ട് അവൾ എഴുതി തന്നതാണെന്ന് ലിന്നിനെ പറ്റി ഒരു കമന്റും കൂടി അടിക്കുമ്പോൾ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ആദ്യം ഒന്ന് ഞെട്ടുന്നുണ്ടെങ്കിലും പിന്നീട് കൂകാനും ഇവരെ ചിയർ ചെയ്യാനും ഒക്കെ തുടങ്ങും. ആ സമയത്ത് ലിൻ അങ്ങനൊന്നുമില്ല, എനിക്ക് അവനോട് ഒരു ഇഷ്ടവും ഇല്ല എന്നൊക്കെ തർക്കിക്കുന്നുണ്ട്. പിള്ളേരാരും അത് മൈൻഡ് ചെയ്യുന്നില്ലേലും പക്ഷെ ആ ക്ലാസ്സിലെ മറ്റൊരു പഠിപ്പിയായ ഈ മാത്രം ലിന്നിനെ വിശ്വസിക്കുന്നുണ്ട്. അവൾക്ക് പഠിക്കാത്ത പയ്യന്മാരെ ഒട്ടും കാര്യമല്ല എന്ന് ഈക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് വെറുതെ ലിന്നിനെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു ഒരു റൂമർ ഉണ്ടാക്കിയതിന്റെ പേരിൽ ദേഷ്യം തോന്നുന്ന ഈ ആകട്ടെ അവന്റെ കൂട്ടുകാരുമായി ഗവോയോട് വഴക്കുണ്ടാക്കുന്നു. ലിന്നാകട്ടെ ഗവോ സ്വിമ്മിംഗ് പൂളിന്റെ അവിടെ ഉള്ളപ്പോ അവന്റെ അടുത്ത് ചെന്ന് എന്തിനാ ഇങ്ങനെ ഇല്ലാത്ത കാര്യമൊക്കെ പറഞ്ഞുണ്ടാക്കിയത്, എനിക്ക് നിന്നെ തീരെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് അവനോട് ദേഷ്യപ്പെടുമ്പോ അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞ് സ്പീക്കർ എടുത്ത് അതിലൂടെ ഉറക്കെ ഗവോയെ ലിൻ ഇഷ്ടപ്പെടുന്നു, അവൾ അവന്റെ പുറകെ നടക്കുന്നു, പക്ഷെ ആ ഒരു ഇഷ്ടം അവന് അവളോട് തിരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രസംഗം അങ്ങ് നടത്തുമ്പോ അത് കേട്ട് കുട്ടികൾ അങ്ങോട്ടേക്ക് ഓടിക്കൂടുന്നു. അവരൊക്കെ അത് വിശ്വസിച്ച് ലിന്നിനെ കളിയാക്കാണ്. തുടർന്ന് എല്ലാ കുട്ടികളും ലിന്നിനെ കാണുമ്പോഴും അല്ലാതെയും ഒക്കെ അവളെ പറ്റി സംസാരിക്കാനായി തുടങ്ങുന്നു. എന്തിനാ ഗവോയെ പോലെ ഒരു പയ്യനെ ഇഷ്ടപ്പെട്ടത് എന്നതായിരുന്നു എല്ലാവരുടെയും ഡൗട്ട്. അവളെ പ്രപ്പോസ് ചെയ്തപ്പോ റിജക്ട് ചെയ്ത പയ്യൻ പോലും അവളുടെ അടുത്തെത്തി. എന്നാലും എന്ത് കണ്ടിട്ടാ അവനെ ഇഷ്ടപ്പെട്ടത് എന്ന മട്ടില് അവളെ പുച്ഛിക്കുമ്പോ അവൾക്കാണെങ്കിൽ നല്ല കലിപ്പാവുന്നുണ്ട്. ഈവൻ അതേ സ്കൂളിൽ പഠിക്കുന്ന അവളുടെ അനിയന്റെ കാതിൽ പോലും ഗവോയുടെ പുറകെ ലിൻ നടക്കാണ് എന്ന രീതിയിൽ റൂമർ വന്നു. അതുകൊണ്ട് തന്നെ അവൻ അതിനെപ്പറ്റി അവളോട് ചോദിക്കുമ്പോൾ ആകെ പട കലി കളിക്കുന്ന അവള് എങ്ങനെയും ഇത് നിർത്തണം എന്ന ആ ഒരു രീതിയിലും അവളുടെ ഫ്രണ്ട് ലൂവുമായി കൂടിയാലോചിക്കുന്നു. തുടർന്ന് ഇവരൊരു ഐഡിയയിലേക്ക് എത്തുന്നു. മറ്റൊന്നുമല്ല, കൊത്തിയ പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കുക. ലിന്നിന് ഗവോ ഇഷ്ടമാണെന്ന് അവനാണല്ലോ പറഞ്ഞുണ്ടാക്കിയത്. അവൾ അവന് ഹോംവർക്ക് എഴുതുന്നതും കൂടി ആയപ്പോ അത് എല്ലാവരും വിശ്വസിച്ചു. പക്ഷെ അവൻ ഇതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിയണമെങ്കിൽ അവനെ വേറെ ആർക്കെങ്കിലും ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവന്റെ ശ്രദ്ധ തിരിയണം. അതിനായിട്ട് അവനെ വേറെ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ ഫേക്ക് ആയിട്ട് ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ പിന്നെ അവൻ അത് ആരാണെന്ന് അന്വേഷിച്ച് നിന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ വരില്ല. അവൻ ആ കാര്യത്തിൽ ബിസി ആകുമ്പോൾ നിനക്ക് ഫ്രീ ആകാന്നല്ല കൂട്ടുകാരി പറഞ്ഞു കൊടുത്തത് പ്രകാരം ലിന്നും അങ്ങനെ ഒരു തീരുമാനം എടുക്കാണ്. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് അടുത്ത ദിവസം ക്ലാസ്സിലെ കുട്ടികൾ എത്തുന്നതിന് മുന്നേ തന്നെ ക്ലാസ്സിലേക്ക് എത്തി ലിൻ അവിടെ ഒരു ബൊക്കെ കണക്ക് ഒരു ചെറിയ സാധനം ഗവോയുടെ ടേബിളിൽ കൊണ്ടുവെക്കാണ്. പിന്നീട് കുട്ടികളൊക്കെ എത്തി ഇത് കാണുന്നുണ്ട്. ഇത് ആരിവിടെ വെച്ചത്, ഗവോയുടെ പുറകെ നടക്കുന്ന ലിന്നാണെന്ന് മറ്റുള്ള എല്ലാവരും ലിന്നിനെ കളിയാക്കുമ്പോ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് അവൾ ഇരിക്കുന്നു. ഈ സമയം ഗവോയ്ക്ക് ഇത് കാണുമ്പോൾ ഇത് ലിന്നാണ് വെച്ചതെന്ന് മനസ്സിലാവുന്നുണ്ട്. അവൻ അതുകൊണ്ട് തന്നെ ഇതെന്റെ ഗേൾ ഫ്രണ്ട് വെച്ചതാ, അടുത്ത ദിവസം അവൾ എനിക്ക് വേണ്ടിയുള്ള ലഞ്ച് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ടെന്നെല്ലാം അവൻ പറയുന്നത് മാറിയിരുന്ന് ലിൻ കേൾക്കുന്നുണ്ടല്ലോ. അവൾ അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം ഇപ്പൊ പൂ ആരും കാണാതെ കൊണ്ടുവച്ചതുപോലെ ലഞ്ചും കൊണ്ടുവെക്കാന്ന് കരുതി അതിന് ശ്രമിക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും ഗാവോ അവളെ കൈയോടെ പിടികൂടുന്നു. ഇവള് തന്നെയാണ് പൂക്കൾ വെച്ചതെന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്തിനിങ്ങനെ ചെയ്തെന്ന് ചോദിക്കുമ്പോ വെറുതെ എന്തിനാ എന്നെ ഈ ഒരു റൂമറിലൊക്കെ കൊണ്ടാക്കിയത്, അതുകൊണ്ട് എനിക്ക് ചെയ്യേണ്ടി വന്നതാണെന്ന് പറഞ്ഞ് അവൾ ദേഷ്യപ്പെട്ടു പോകുന്നു. പക്ഷെ അപ്പോഴും അവൻ നിർത്താൻ റെഡിയല്ല എന്ന് മനസ്സിലാക്കുന്ന അവൾ വീണ്ടും പണി കൊടുക്കാനായി തീരുമാനിക്കുന്നു. അങ്ങനെ അവളും ഫ്രണ്ടും ആ കാര്യം റൂമിലിരുന്ന് സംസാരിക്കുമ്പോൾ അത് കേട്ടെത്തുന്ന ലിന്നിന്റെ സഹോദരൻ താനും കൂട്ടുകാരും ചേർന്ന് ഗാവോയ്ക്ക് ഇട്ട് ഒരു പണി കൊടുക്കാന്ന് പറഞ്ഞ് ഒരു ഐഡിയ ഏർപ്പാടാക്കുന്നു. വാട്ടർ ബലൂണില് വാട്ടറിന് പകരം യൂറിൻ ഫില്ല് ചെയ്ത് അത് അവന്റെ ദേഹത്തേക്ക് എറിഞ്ഞ് നാറ്റിക്കാം എന്നതായിരുന്നു ഈ കുരുത്തം കെട്ട പയ്യന്മാരുടെ തലയിൽ വന്ന പ്ലാൻ. അവന്മാരത് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന പോലെ ഗാവോയ്ക്കൊന്നും പറ്റുന്നില്ല. മറിച്ച് അതേ സാധനം ലിന്നിന്റെ അനിയന്റെ തലയിൽ തന്നെ പൊട്ടി വീണ് അവൻ അടിമുടി യൂറിനിൽ കുളിക്കാണ്. ആകെപ്പാടെ നാറി തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന അവനെ കണ്ട് മൂക്ക് പൊത്തുന്ന ലിൻ കാര്യം ചോദിക്കുമ്പോ അത് പിന്നെ ഗാവോയോട് ഞങ്ങളെ പ്രതികാരം വീട്ടാൻ പോയിട്ട് അവൻ ഞങ്ങൾക്കിട്ട് പണി തന്നതാണെന്ന് ഈ കൊച്ചു പയ്യൻ ഒരു കള്ളവും കൂടി പറയുന്നു. പാവം ഗാവോ മനസ്സറിയാത്ത കാര്യമാണ്, ഇവന്മാര് പണി കൊടുക്കാൻ നോക്കിയിട്ട് പണി പാളി തിരിച്ചു വന്നതാണ്. പക്ഷെ അത് കേട്ട് കലി ഇളകുന്ന ലിൻ നേരെ ഗാവോയെ കാണാനായി അവന്റെ വീട് അന്വേഷിച്ചു പോകുന്നു. വീട്ടിലെത്തുമ്പോ മുത്തശ്ശനെയാണ് കാണുന്നത്. അവിടുത്തെ പൊട്ടിയ ഒരു പൈപ്പിൽ നിന്ന് വെള്ളം ചീറ്റുന്നത് അടയ്ക്കാനായി മുത്തശ്ശൻ പാടുപെടുമ്പോ ഇവളും അടയ്ക്കാനായി അത് കണ്ട് സഹായിക്കുന്നു. പക്ഷെ അടയ്ക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല ഇവള് മൊത്തത്തിൽ നനഞ്ഞു കുളിച്ചത്
മാത്രമായിരുന്നു മെച്ചം. ആ ഒരു സമയത്ത് ഗാവോ അവിടേക്ക് എത്തുകയും അവൻ അത് അടയ്ക്കുകയും ചെയ്യുന്നു. പക്ഷെ അവനും അപ്പോഴേക്കും നനഞ്ഞിരുന്നു. തുടർന്ന് നനഞ്ഞ വസ്ത്രങ്ങൾ മാറാനായി അവന്റെ വീട്ടിലേക്ക്, അവന്റെ റൂമിലേക്ക് ചെല്ലുന്ന അവൻ ഇവിടെ മുത്തശ്ശന്റെ കൂടെയാണ് താമസിക്കുന്നത് എന്ന് മനസ്സിലാക്കും. ഒപ്പം തന്നെ അവനെ പുറമേന്ന് സ്കൂളിലെ കുട്ടികൾ കാണുന്നത് പോലെ ഒരാളെ അല്ല അവനെന്നും, അവന് ലക്ഷ്യബോധവും ലൈഫിൽ ആരാവണം, എന്താവണം എന്നൊരു ക്ലിയർ അംബീഷനും ഒക്കെ ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലാവുകയാണ്. ഗ്ലൈഡേഴ്സിന്റെ പല മോഡൽസ് അവൻ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും അവനൊരു ഗ്ലൈഡർ പൈലറ്റ് ആവുക എന്നതാണ് ജീവിതത്തിൽ ആഗ്രഹമെന്നും അവൾക്ക് മനസ്സിലാവും. അവനെ പറ്റി അവൾക്കുണ്ടായിരുന്ന കംപ്ലീറ്റ് ധാരണയും അവിടെ മാറുകയാണ്. അതായത് മുന്നേ ഒരു ലക്ഷ്യബോധവും ഇല്ല, വെറും താന്തോന്നി തല്ലിപ്പൊളി എന്ന് മാത്രം അവൾ കരുതിയിരുന്ന ആ പയ്യനാണ് അവൾ പോലും ചിന്തിക്കാത്ത എത്രയോ വലിയ ആഗ്രഹമാണ് ഉള്ളിൽ കൊണ്ട് നടക്കുന്നത്. അതിനുവേണ്ടി ആരും അറിയാതെ അവൻ പരിശ്രമിക്കുന്നു എന്ന കാര്യങ്ങൾ അറിയുമ്പോൾ അവൾ പിന്നീട് അവനോട് ഒരു അടുപ്പം കാണിച്ചു തുടങ്ങുന്നു. തുടർന്ന് ഇവർക്കിടയിൽ ഒരു കെമിസ്ട്രി അവിടെ ഡെവലപ്പ് ആവുന്നു. രണ്ടുപേരും സംസാരിക്കാനും ഒക്കെ തുടങ്ങുന്നു. പതിയെ പതിയെ ആ ഒരു കണക്ഷൻ അവൾക്ക് ഒരു ഇഷ്ടമായി മാറുന്നുണ്ട്. ഗവോയോട് ലിന്നിന് പ്രണയം തോന്നി തുടങ്ങുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ക്ലാസ്സിലെ ടീച്ചർ എന്താണ് നിങ്ങളുടെ അംബിഷൻ എന്ന ചോദ്യം ചോദിക്കുന്നത്. ഓരോരുത്തരും ഓരോ അംബിഷൻസ് പറയുന്നു. ഇവൻ സിനിമാ നടിയാകണമെന്ന് പറഞ്ഞ ഒരു കൊച്ചിനെ പോലും ടീച്ചർ കളിയാക്കുന്നുണ്ട്. ഇവിടെ പറക്കണം, അതാണ് തന്റെ ആഗ്രഹം എന്ന് പറയുന്ന ഗവോയെ പിന്നെ സാർ വെറുതെ വിടുവോ? അവനെയും കണക്കിന് കളിയാക്കുന്നു. നിന്റെ വിമാനത്തെ നീ ഇവിടെ നിന്ന് പറപ്പിക്കണമെന്നല്ല സാറ് പറയുമ്പോ അതൊരു തമാശയായിട്ട് കളിയാക്കലാണ് സാർ ഉദ്ദേശിച്ചതെങ്കിലും അവനത് കാര്യമായിട്ട് എടുക്കുന്നു. അടുത്ത ദിവസം സ്കൂൾ അസംബ്ലിക്ക് എല്ലാവരും ഗ്രൗണ്ടിൽ നിൽക്കുന്ന സമയം റൂഫ് ടോപ്പിൽ നിന്ന് തന്റെ ഗ്ലൈഡറിന്റെ ഒരു ചെറിയ മോഡല് പറപ്പിക്കുകയാണ് ഗവോ. അത് കണ്ട് ലിന്നടക്കം എല്ലാവരും അമ്പരക്കുന്നു. ആർക്കും തന്നെ ഈ ഒരു കാര്യത്തെ പറ്റി അറിയില്ലായിരുന്നു, ഗവോയ്ക്ക് ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യത്തെ പറ്റി. അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര അമ്പരപ്പാണ്. ലിന്നിന് പിന്നെ ക്ലൂ ഉണ്ടായിരുന്നല്ലോ. എന്തായാലും അവനത് ആദ്യം നല്ല കുഴപ്പമില്ലാതെ പറപ്പിക്കുന്നുണ്ടെങ്കിലും പിന്നീട് അത് മരത്തിൽ കുടുങ്ങി അവൻ തറയിലേക്ക് വീഴുന്നു. സാരമായിട്ടൊന്നും പറ്റിയില്ലെങ്കിലും പരുക്കുകളുണ്ട്. തുടർന്ന് അവൻ അടുത്ത ദിവസം ക്ലാസ്സിലൊന്നും വരാൻ കഴിയാതെ അവന് വീട്ടിലിരിക്കേണ്ടി വരുന്നു. ആ സമയത്താണ് ഒരു ആസ്ട്രോണമി എക്സിബിഷന്റെ പരസ്യം ലിന്നിന് കിട്ടുന്നത്. അവൾക്ക് ഈ ആസ്ട്രോണമി പരമായ കാര്യങ്ങളൊക്കെ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആസ്ട്രോണമി എന്ന് വെച്ചാൽ യൂണിവേഴ്സിനെ പറ്റിയും ഗ്രഹങ്ങളെ പറ്റിയും ഒക്കെ പഠിക്കുന്നത്. പക്ഷെ അവളുടെ അമ്മയ്ക്ക് അവൾ ഇതൊന്നും പഠിക്കുന്നത് ഇഷ്ടമില്ല. ഫിനാൻസ് പഠിച്ച് ആ രീതിയിൽ അവളുടെ കരിയർ പോകണം എന്നതാണ് അമ്മയുടെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ അവൾ ആ ഇൻട്രസ്റ്റ് ഒക്കെ അമ്മയിൽ നിന്ന് മറച്ചു വെക്കുന്നു. എന്തായാലും അടുത്ത ദിവസം അവൾ വീട്ടിൽ ചെന്ന് ഗവോയെ കാണുന്നുണ്ട്. അവന് പരുക്കുകളൊക്കെ കുഴപ്പമില്ല എന്നറിയുമ്പോൾ അവൾക്ക് നല്ല സന്തോഷം. കുറെ നേരം അവിടെ ഇരുന്ന് അവനോട് സംസാരിക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം പരുക്കൊക്കെ മാറി ഗവോ സ്കൂളിലേക്ക് എത്തുമ്പോൾ ക്ലാസ്സിലെ കുട്ടികൾ അവന് നല്ല ക്ലാപ്പ് ഒക്കെ അടിച്ച് വെൽക്കം ചെയ്യുന്നുണ്ട്. പക്ഷെ അത് അതേ ക്ലാസ്സിൽ പഠിക്കുന്ന ഈക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഈ ആകട്ടെ ഗവോയുടെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഗവോ അറിയാതെ അവന്റെ പോക്കറ്റിൽ തന്റെ വില കൂടിയ വാച്ച് കൊണ്ടുവെക്കുന്നു. അതിനുശേഷം തന്റെ വാച്ച് ഗവോ മോഷ്ടിച്ചു എന്ന് ആരോപിച്ച് അവനെ ഈയും കൂട്ടരും ചേർന്ന് ആക്രമിക്കുകയാണ്. ഗവോ ചെറുത്ത് നിൽക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവന് നല്ല അടിയിടിയും കിട്ടുന്നുണ്ട്. ഇതറിഞ്ഞ് ലിൻ അങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും ഈ ആകട്ടെ നിന്റെ അച്ഛൻ കള്ളനല്ലേടാ, ആ പാരമ്പര്യം നീ കാണിക്കാതിരിക്കുമെന്നൊക്കെ ചോദിച്ച് അവനോട് തട്ടിക്കയറുമ്പോഴാണ് അങ്ങനെ ഒരു കഥ ഗവോയ്ക്കുള്ള കാര്യം ലിൻ അറിയുന്നത്. എന്തായാലും അവിടെ അവൻ അപമാനിക്കാൻ നോക്കുന്ന ഈയുടെയും കൂട്ടരുടെയും മുന്നിൽ ലിൻ ഗവോയ്ക്ക് സപ്പോർട്ടായി നിന്ന് അവൻ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് പോകുന്ന വഴി നക്ഷത്രങ്ങളൊക്കെ കാണാൻ നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലത്തേക്ക് ഗവോയുടെ കൂടെ ലിൻ പോവുകയാണ്. ഇവിടെ എന്റെ അച്ഛന്റെ കൂടെ ഞാൻ സ്ഥിരം വരാറുണ്ടായിരുന്നു എന്ന് പണ്ടത്തെ കാര്യം ഓർത്ത് സങ്കടപ്പെടുന്ന ഗവോ തന്റെ അച്ഛൻ ഒരിക്കലും മറ്റുള്ളവർ ആരോപിക്കുന്നത് പോലെ കള്ളനല്ലെന്നും തന്നെ ഇന്ന് കുടിക്കുന്നത് പോലെ അച്ഛനും പണ്ട് കുടുങ്ങി പോയതാണെന്നും അവൻ പറയുന്നു. പക്ഷെ അച്ഛൻ ജയിലിലായതിനു ശേഷം ഗവോയുടെ ജീവിതം ആകെ മാറി മറിഞ്ഞു. അവനെ ഒരു കള്ളന്റെ മകൻ എന്ന മുദ്ര കുത്തി ആളുകൾ ആ രീതിയിലാണ് ട്രീറ്റ് ചെയ്തത്. സ്കൂളിൽ പോലും കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളും ഏറ്റ് ആകെ മനസ്സ് തകർന്ന അവൻ അച്ഛനെ ജയിലിൽ ചെന്ന് കണ്ട് അച്ഛനെ എനിക്ക് വെറുപ്പാണ്, അച്ഛൻ കാരണമാണ് ഞാൻ ഇങ്ങനെ ആയതെന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുമ്പോ അച്ഛൻ അവനൊരു മറുപടി കത്തെഴുതുന്നു. ഇനി തന്നെ കാണാൻ ജയിലിലേക്ക് വരരുതെന്നും ധൈര്യപൂർവ്വം മുന്നോട്ട് ജീവിക്കണമെന്നുമാണ് അച്ഛൻ അതിൽ എഴുതിയിരുന്നത്. ആ സമയത്ത് അവന്റെ അമ്മയെ പറ്റി ലിൻ ചോദിക്കുമ്പോ ഞാൻ കുഞ്ഞായിരുന്നപ്പോഴേ എന്റെ അമ്മ മരിച്ചു, അമ്മയെ പറ്റി എനിക്ക് ആകെ അറിയാവുന്നത് അമ്മയുടെ ബർത്ത്ഡേ മാത്രമാണെന്ന് അവൻ പറയുമ്പോൾ അവളും അവളുടെ കാര്യങ്ങൾ മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ്. അവൾക്ക് ആസ്ട്രോണമിയാണ് തുടർ പഠനമായി എടുക്കാൻ താല്പര്യം. പക്ഷെ അവളുടെ അമ്മയ്ക്ക് അവളെ ഫിനാൻസ് പഠിപ്പിക്കാനാണ് താല്പര്യം. എത്രയും പെട്ടെന്ന് നീ നിന്റെ ഇഷ്ടത്തെ ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ നാളെ അത് വലിയ 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 നഷ്ടബോധം നിന്നിലുണ്ടാക്കും, ഒരിക്കലും തിരിച്ചു കിട്ടാത്ത നഷ്ടബോധമെന്ന് അവൻ പറയുമ്പോൾ പക്ഷെ അത് തന്നെ കൊണ്ട് നടക്കുന്ന കാര്യമാണെന്ന് ലിന്നിന് അറിയില്ല. എന്തായാലും ലിന്നിന് ആസ്ട്രോണമി വളരെ ഇഷ്ടമുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കുന്ന ഗാവോ അവിടെ നടക്കുന്ന ആസ്ട്രോണമി എക്സിബിഷന്റെ 2 ടിക്കറ്റുകൾ കൈക്കലാക്കുന്നു. അവൻ അത് അവളെ കാണിച്ചിട്ട് അവളെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായി പ്ലാൻ ചെയ്യാണ്. ഒരു ഡേറ്റ് എന്ന രീതിയിൽ അവളെ കൊണ്ടുപോകാനായിട്ടാണ് അവളെ ഇഷ്ടപ്പെടുന്ന അവൻ ഇപ്പോ തീരുമാനിക്കുന്നത്. പക്ഷേ അവളിങ്ങനെ ഗാവോ എന്ന പയ്യനുമായി വളരെ ക്ലോസ് ആണെന്നും അവർ ഒന്നിച്ച് എക്സിബിഷൻ കാണാൻ തീരുമാനിച്ച കാര്യമൊക്കെ അറിയുന്ന ലിന്നിന്റെ അമ്മയാകട്ടെ അവളെ അതിന്റെ പേരിൽ ഒരുപാട് വഴക്ക് പറയുന്നു. അവളെ എക്സിബിഷൻ കാണാൻ വിടാതെ വീട്ടിലമ്മ പിടിച്ചിരുത്തുന്നത് കൊണ്ട് തന്നെ ഇതറിയാതെ ഗാവോ ഏറെ നേരം വന്ന എക്സിബിഷന്റെ പുറത്ത് ലിന്നിനെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. എന്തായാലും അവൾ മനഃപൂർവ്വം വരാത്തതല്ല, അവളുടെ വീട്ടിലെ സാഹചര്യം കാരണം വരാൻ സാധിക്കാത്തതാണെന്ന് മനസ്സിലാക്കുന്ന അവൻ അവൾക്ക് ആ ഒരു എക്സിബിഷൻ നേരിട്ട്
കാണാൻ സാധിച്ചില്ലെങ്കിലും അവിടുത്തെ ഫോട്ടോസ് എടുത്ത് അവളെ കാണിക്കണം എന്ന ആഗ്രഹത്തില് ആരും അറിയാതെ രാത്രി സമയം എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് കടന്നു ചെല്ലുകയാണ്. കാരണം ടിക്കറ്റ് കൈവശമുണ്ടെങ്കിലും പകല് ചെന്ന് ഫോട്ടോ എടുക്കാൻ സാധിക്കില്ല. അങ്ങനെ എന്തായാലും അവൻ അവിടെ രാത്രി അതിക്രമിച്ചു കയറി ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നത് പിടിക്കപ്പെടുന്നു. തുടർന്ന് അതിന്റെ പേരിൽ അവനെ സ്കൂളിൽ നിന്നും പുറത്താക്കുന്നു. കാരണം ഒരു സ്കൂൾ വിദ്യാർത്ഥിനി ചെയ്യേണ്ട രീതിയിലല്ല അവൻ പ്രവർത്തിച്ചത്. അച്ചടക്ക ലംഘനം എന്ന ആ ഒരു കുറ്റപ്പെടുത്തലിന്റെ പേരിലാണ് അവനെ പുറത്താക്കുന്നത്. ഇതെല്ലാം അവളെ വല്ലാത്ത സങ്കടത്തിലാക്കുന്നു. എന്തിനാ ഇപ്പൊ അവിടെ ഇങ്ങനെ പോയി പ്രശ്നം ഉണ്ടാക്കിയതെന്നല്ല ലിൻ ചോദിക്കുമ്പോ അവൻ അതിന് ഇവൾക്ക് വേണ്ടി പോയതാണ് എന്നൊന്നും പറയാതെ ഏതാണ്ട് ഇവന് പഠിക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ ചെയ്തു എന്നേ അവളോട് പറയുന്നുള്ളൂ. ആ പേരിൽ അവൾ അവനോട് പിണങ്ങുന്നൊക്കെയുണ്ട്. പക്ഷെ പിന്നീട് അടുത്ത ദിവസം അവൾ കാണുന്നത് ഇവരുടെ ക്ലാസ് റൂം ഭിത്തി മുഴുവൻ ആസ്ട്രോണമിക്കൽ ഇമേജസ് അവൻ പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതെല്ലാം ലിന്നിന് വേണ്ടി ഗവോ ചെയ്തതാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ തന്നെ ഈക്കും മനസ്സിലാവും. ഈക്കും വല്ലാത്തൊരു കുറ്റബോധം തോന്നുന്നുണ്ട്. എത്രത്തോളം ലിന്നിനെ ഗവോ ഇഷ്ടപ്പെടുന്നുണ്ട്. അവൻ അതുകൊണ്ടല്ല ഇത്രയും റിസ്ക് എടുത്ത് അവളുടെ സന്തോഷത്തിന് വേണ്ടി ഇതൊക്കെ ചെയ്തത്. അതുകൊണ്ട് താൻ ഇനി ഇവരെ സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് അവനും മനസ്സിലോർക്കുന്നു. അങ്ങനെ ഇവരുടെ സ്കൂൾ പഠനമൊക്കെ ആ വർഷം അവസാനിച്ച് ആനുവൽ സ്കൂൾ അവാർഡ്സ് വരും. ബെസ്റ്റ് സ്റ്റുഡന്റിനുള്ള അവാർഡ് ലഭിക്കുന്നത് ലിന്നിനാണ്. ആ സമയത്താണ് അവളുടെ അടുത്തെത്തി ഗവോ ഈ ടൗൺ വിട്ട് പോകാൻ പോകുന്നു എന്ന കാര്യം അവളെ അറിയിക്കുന്നത്. അവിടെ കുറ്റബോധം തോന്നുന്ന ലിന്നാകട്ടെ അവൾ അവാർഡ് വാങ്ങുന്ന ആ ഒരു സ്പീച്ചിൽ അവളുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നു. താൻ ഈ അവാർഡിന് ഒരു രീതിയിലും അർഹയല്ലെന്നും തന്റെ സ്കൂൾ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളായ ഗവോയെയും തന്റെ ബെസ്റ്റ് ഫ്രണ്ട് ലൂവിനെയും താൻ അവർക്ക് ആവശ്യമുള്ള സമയത്ത് ചേർത്ത് നിർത്തിയിട്ടില്ലെന്നും അവളെ തന്നെ കുറ്റപ്പെടുത്തുന്നു. ലൂ ഒട്ടും പഠിക്കാത്ത ഒരു പയ്യനെ പ്രണയിച്ചു എന്ന പേരിൽ അവൾ ലൂവിനെ പിന്നീട് അങ്ങനെ അവോയ്ഡ് ചെയ്യുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഗവോയെയും അവനെ താൻ മനസ്സിലാക്കാതെ അവനൊരു പ്രശ്നം വന്നപ്പോ അവൻ എന്തിനത് ചെയ്തു എന്ന് തിരിച്ചറിഞ്ഞ് അവനെ ചേർത്ത് നിർത്താതെ അവനെ എല്ലാവരെയും പോലെ കുറ്റപ്പെടുത്തി. അങ്ങനെ പല കാര്യങ്ങളും മൂലം താൻ ഭയങ്കര സ്വാർത്ഥത കാണിച്ചിട്ടുണ്ടെന്നും പക്ഷെ ആ കാണിച്ച സ്വാർത്ഥതയൊക്കെ തന്റെ ഇഷ്ടങ്ങൾ നേടിയെടുക്കാനായിരുന്നില്ല, താൻ ആ രീതിയിൽ ഫോഴ്സ്ഡ് ആയി പോയതാണെന്നും പറയുന്ന അവൾ എല്ലാവരോടുമായി നമ്മുടെ ആഗ്രഹങ്ങൾക്കൊത്ത് ജീവിച്ചില്ലെങ്കിൽ നാളെ നമ്മൾ തീർച്ചയായും ദുഃഖിക്കുമെന്നും പറയുന്നുണ്ട്. അവളുടെ ലൈഫിൽ നിന്ന് അവൾ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളാണ് ഈ പറയുന്നതെല്ലാം. എന്തെങ്കിലും അവൾ സ്കൂളിനെതിരെയും സംസാരിക്കുന്നുണ്ട്. ഒരു വിദ്യാർത്ഥിയെ ജസ്റ്റ് പഠിക്കില്ല എന്ന പേരിൽ എന്തെങ്കിലും ഒരു തെറ്റ് കിട്ടിയാൽ കുറ്റപ്പെടുത്താനും സ്കൂളിൽ നിന്ന് പുറത്താക്കാനും സ്കൂളുകാർ കാണിക്കുന്ന ആ ഒരു ടെൻഡൻസിയെ പറ്റിയാണ് അവൾ കുറ്റപ്പെടുത്തുന്നത്. എന്തായാലും അവളുടെ സ്പീച്ച് വളരെ മനോഹരമായിരുന്നു. അത് കേട്ടിരുന്ന കുട്ടികളുടെ എല്ലാം സപ്പോർട്ട് അവളിലേക്ക് എത്തിക്കുന്നു. തുടർന്ന് അവൾ സ്പീച്ചിന് ശേഷം വേഗം തന്നെ പോകാനായി ഇവിടം വിട്ട് ഇറങ്ങാൻ നോക്കുന്നുണ്ട്. അവളെ സെക്യൂരിറ്റീസും അധ്യാപകരും ഇവിടെ നിന്ന് ഓടിപ്പോകുന്നത് തടയാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും കുട്ടികളെല്ലാം ചേർന്ന് അവരെ തടയുന്നു. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ടൗൺ വിട്ടു പോകാൻ നിൽക്കുന്ന ഗവോയെ അന്വേഷിച്ച് അവൾ വരുന്നുണ്ടെങ്കിലും അവൾക്ക് അവനെ കാണാൻ സാധിക്കുന്നില്ല. അവൻ പക്ഷേ അവൾ തന്നെ അന്വേഷിക്കുന്നത് കണ്ടിട്ടും കാണാതെ പോവുകയാണ്. കാരണം താൻ ഇവിടെ ഉണ്ടെങ്കിൽ അത് ചിലപ്പോ അവളുടെ ലൈഫിനെയും ബാധിച്ചാലോ അവളുടെ അമ്മയുമായി അവൾക്ക് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായാലോ എന്ന ചിന്തയൊക്കെ കൊണ്ട് ലിന്നാകട്ടെ ഗവോയുടെ കൂട്ടുകാരുടെ സഹായം തേടുന്നു. ഗവോയുടെ കൂട്ടുകാരെന്ന് വെച്ചാൽ സ്കൂളിലെ കൂട്ടുകാരല്ല, അല്ലാതെ പുറത്തുള്ള അവന്റെ ചില കൂട്ടുകാരുടെ. അവൻ സ്കൂളിലെ പഠനം ഉപേക്ഷിക്കേണ്ടി വന്ന ശേഷം ഒരു വർക്ക്ഷോപ്പിൽ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ സഹായത്തോടെ ഗവോയെ കോൺടാക്ട് ചെയ്യാൻ മൊബൈൽ ഒന്നും ഇല്ലാത്തത് കൊണ്ട് റേഡിയോ വഴി കോൺടാക്ട് ചെയ്യാം എന്ന ധാരണയിൽ അവൾ റേഡിയോ സ്റ്റേഷനിലേക്ക് ചെന്ന് അവരോട് അവരുടെ ഇപ്പോഴത്തെ ലൈവ് ഷോയിൽ അവൾക്ക് സംസാരിക്കാൻ കുറച്ച് സമയം ചോദിക്കുന്നു. അങ്ങനെ സമയം കിട്ടുന്ന അവൾ ആ റേഡിയോയിലൂടെ അവൻ അവൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുള്ള ഓരോ കാര്യവും എണ്ണി എണ്ണി പറഞ്ഞ് അതിനെല്ലാം നന്ദി പറയാണ്. കൂടാതെ അവന് വേണ്ടി അവൾ ഒരു പാട്ടും പാടുന്നുണ്ട്. ഇതെല്ലാം ലൈവായി റേഡിയോയിലൂടെ ഗവോയും കേൾക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കേൾക്കുന്ന അവന് വളരെയധികം സങ്കടം വരുന്നു. അവൾ പറയുന്ന ഓരോ നിമിഷങ്ങളും അപ്പൊ അവന്റെ കൺമുന്നിലൂടെ കടന്നു പോകുന്നത് പോലെ അവന് ഫീൽ ആവുന്നു. എന്തായാലും ഗവോയും ലിന്നും പരസ്പരം കാണാതെ വർഷങ്ങൾ കടന്നു പോകുന്നു. പഠനമൊക്കെ കഴിഞ്ഞ് ഇപ്പോ ലിൻ അവൾ ആഗ്രഹിച്ചതുപോലെ ആസ്ട്രോണമി ഫീൽഡിൽ അവളുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അവൾ പ്രശസ്തയായ ഒരു ആസ്ട്രോണമർ ആണ്. ഗവോ ആകട്ടെ അവന്റെ ലൈഫ് വളരെ അഡ്വഞ്ചറസ് ആയി കൊണ്ടുപോകുന്നു. ഓരോ സ്ഥലങ്ങളിലും യാത്ര ചെയ്ത് അവന്റെ ഗ്ലൈഡറുകൾ പറത്തി അവൻ ഇങ്ങനെ ജീവിക്കുകയാണ്, അടിച്ചു പൊളിച്ച് അവന്റെ സ്വപ്നത്തിനൊത്ത ജീവിതം. അവനിപ്പോ ആഫ്രിക്കയിലാണ് ഉള്ളതെന്ന് അറിയുന്ന ലിന്നാകട്ടെ അങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിക്കുന്നു. സത്യത്തിൽ അവളും അവളിപ്പോ സ്വപ്ന ജീവിതം ജീവിക്കാണല്ലോ. അതിന് കാരണം ഗവോ ആണ്. അവൻ പറഞ്ഞ വാക്കുകളാണ് അമ്മയുടെ പ്രേരണയിൽ ഫിനാൻസ് ഇഷ്ടമല്ലാതെ പഠിക്കാനായി തീരുമാനിച്ചിരുന്ന അവളെ അവളുടെ സ്വപ്നങ്ങളെ പിന്തുടരാനായി ശക്തി നൽകിയത്. ഇതേ സമയം പഠനകാലത്ത് ഗവോയെ വെറും തല്ലിപ്പൊളിയായി അവൻ പറക്കണമെന്ന ആഗ്രഹം പറഞ്ഞപ്പോ വെറും വാചകം മാത്രമായി അതിനെ കണ്ട് കളിയാക്കിയ ആ സാറ് പോലും ഇന്ന് അവനെ പറ്റി പത്രവാർത്തകളിലൊക്കെ വരുമ്പോ അത് വിദ്യാർത്ഥികളെ കാണിച്ച ഇവൻ എന്റെ ശിഷ്യനായിരുന്നു എന്ന് ആത്മാഭിമാനത്തോടെ പറയുന്നുണ്ട്. ഒരാളുടെ ജീവിതത്തെ തീരുമാനിക്കുന്നത് അവരുടെ ഫാമിലിയില് മുന്നേ നടന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവരെ ചുറ്റിനുമുള്ളവർ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആഗ്രഹങ്ങളോ ആവരുത്. ഓരോരുത്തരും അവരവരുടെ ആഗ്രഹത്തിനൊത്ത് അവരവരുടെ പാഷൻ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി പ്രയത്നിച്ച് ആ ജീവിതം നേടിയെടുക്കുന്നിടത്താണ് ജീവിത വിജയം. അല്ലാതെ മറ്റുള്ളവരുടെ ആഗ്രഹത്തിനൊത്ത് നമ്മൾ എന്തായി മാറിയാലും അത് നമ്മുടെ ജീവിത വിജയമാവില്ല. പാഷനെ പിന്തുടർന്നാൽ അത് നേടിയെടുക്കാൻ സാധിക്കും എന്ന വലിയ ഉദാഹരണം തന്നെയാണ് ഗവോ. ചവിട്ടി തേപ്പ്
എത്രത്തോളം കിട്ടിയിട്ടും അവൻ അവന്റെ പാഷൻ നേടിയെടുത്ത് കളിയാക്കിയവരെ കൊണ്ട് സല്യൂട്ട് അടിപ്പിച്ചു. നമ്മുടെ വിക്രമാദിത്യൻ സിനിമയിലെ ആ ക്ലൈമാക്സ് പോലെ. അങ്ങനെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു പുതിയ വർഷത്തേക്കുള്ള ഒരു മോട്ടിവേഷൻ എന്ന രീതിയിൽ ഈ ഒരു ചിത്രത്തെ എടുക്കാം. ഈ വർഷം നേടേണ്ട ഗോൾസ് എല്ലാം എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും നമ്മൾ നേടിയെടുക്കുമെന്ന് തീരുമാനിച്ചുറപ്പിച്ച് മുന്നോട്ട് പോവാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. വീണ്ടും കാണും വരെ ബൈ.